ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? നമുക്ക് ഇന്ന് ഒരു തീയൽ വെക്കാവേ. ചെമ്മീൻ തീയലാണ്, പച്ചത്തെമ്മീൻ തീയലാണ്. അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് ഞാൻ മൂപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിനകത്തേക്ക് 2-3 ഉലുവായും കൂടെ ഇട്ട് കൊടുത്തു. ആ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. എനിക്കിതിൻ്റെ ഒന്നും കണക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ലേ, ഒക്കെ കൈ കണക്കിനാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് കൃത്യം ഇത്ര സ്പൂൺ ടീസ്പൂണൊന്നും പറയാറില്ല. അപ്പോൾ മല്ലിപ്പൊടി ചേർത്തു. ഇനി മുളക് പൊടി. അപ്പോൾ നമ്മൾ സാധാ കറി വെക്കുന്ന നമുക്കറിയാമല്ലോ ഒരളവ്, അപ്പം അതനുസരിച്ച് ചെയ്താൽ മതിയേ. അപ്പം നമുക്കതൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാവേ. എന്നിട്ട് അതൊന്ന് അരച്ചെടുക്കാം. നല്ലപോലെ നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ, പാത്രം ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാവേ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണോ വെക്കുന്നതെന്നൊന്ന് പറയണേ. എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിൽ വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയണേ. അപ്പോൾ കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മുടെ വത്തലമുളക് ഇട്ടു. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും തേങ്ങാക്കൊത്തിട്ടു. ഇവിടെ എല്ലാവർക്കും തേങ്ങാക്കൊത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കറിക്കകത്തിടുന്നത്. അപ്പോൾ തേങ്ങ ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ചുവന്നുള്ളി വഴറ്റി, പിന്നെ ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം, 10-12 എണ്ണം ഉണ്ടായിരുന്നു. അത് ഇട്ട് നല്ലപോലെ ഉപ്പും കൂടെ ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ആദ്യമേ അരപ്പിനകത്ത് ചേർത്തതാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ പിന്നെ ചേർക്കാൻ. അപ്പോൾ നമുക്ക് നല്ലപോലെ വഴറ്റാം. ഇതൊന്ന് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനാണേ. അപ്പോൾ അതിൻ്റെ നടുവിലുള്ളതൊക്കെ വലിച്ച് കളയണം. അതൊക്കെ ചെയ്ത് നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്നതാണ്. ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്തെല്ലാം ഒന്ന് നല്ലപോലെ നമുക്ക് കൂട്ടി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് പുളി ഇട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ച് നേരം അടച്ച് വെക്കാവേ. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്, കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വേറെ രീതിയിൽ ഉണ്ടാക്കുന്നവരെനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും